ഹായ് ഓൾ, ഈ ഒരു വീഡിയോയിൽ ഇന്ത്യൻ പീനൽ കോഡിനെ പറ്റിയും അതുപോലെ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളുമാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഇന്ത്യൻ പീനൽ കോഡ് അഥവാ IPC ഇസ് ഒഫീഷ്യൽ ക്രിമിനൽ കോഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഒഫീഷ്യലായിട്ടുള്ള ക്രിമിനൽ കോഡാണ്. ഇത് ഡ്രാഫ്റ്റ് ചെയ്ത വർഷമാണ് 1860 ആൻഡ് ഇറ്റ് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 1862. 1862 IPC നിലവിൽ വരുന്നത്. ആൻഡ് ഇത് ശരിക്കും ഫസ്റ്റ് ലോ കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ വഴിയാണ് IPC വരുന്നത്. അത് നടക്കുന്ന 1834 ആൻഡ് IPCയുടെ ചെയർമാൻ ലോർഡ് തോമസ് ബാബിങ്ടൺ മക്കോലെ ആണ്. മക്കോലെ തന്നെയാണ് ഫാദർ ഓഫ് IPC എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ പാർട്ടീഷന് ശേഷം ഇന്ത്യക്ക് ഇന്ത്യൻ പീനൽ കോഡ് എന്ന് തന്നെയും പാകിസ്ഥാന് പാകിസ്ഥാൻ പീനൽ കോഡുമാണ് ഉള്ളത്. ജമ്മു കാശ്മീരിലാണെങ്കിൽ റൺബീർ പീനൽ കോഡായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അത് 31 ഒക്ടോബർ 2019 റിപ്പീൽ ചെയ്യപ്പെട്ടു. അതിന് കാരണമായത് ജമ്മു കാശ്മീർ റീഓർഗനൈസേഷൻ ബില്ലാണ് 2019. ഇനി IPCയിൽ 23 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതുപോലെ 511 സെക്ഷൻസുമാണ് ഉള്ളത്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം സെക്ഷൻ 2, പണിഷ്മെൻറ്റ് ഓഫ് ഒഫൻസസ് കമ്മിറ്റഡ് വിത്തിൻ ഇന്ത്യ. അതായത് ഇന്ത്യയിൽ വെച്ച് ചെയ്ത ഒഫൻസസിനുള്ള പണിഷ്മെൻറ്റ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് സെക്ഷൻ 2 പറയുന്നത്. IPCയുടെ സെക്ഷൻ 2. സെക്ഷൻ 3 എന്ന് പറയുന്നത് പണിഷ്മെൻറ്റ് ഓഫ് ഒഫൻസസ് കമ്മിറ്റഡ് ബിയോണ്ട് ബട്ട് ലോ മേ ബി ട്രൈഡ് വിത്തിൻ ഇന്ത്യ. അതായത് ഇന്ത്യയുടെ പുറത്ത് ചെയ്തിട്ടുള്ള ക്രൈം അതാണ് പറയുന്നത്. ഇനി സെക്ഷൻ 4 എക്സ്ട്രാ ടെറിട്ടോറിയൽ ഒഫൻസസ് ആണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഇന്ത്യയുടെ രജിസ്ട്രേഷനിലുള്ള ഒരു വിമാനമോ അല്ലെങ്കിൽ ഒരു കപ്പലിലോ വച്ച് നടക്കുന്ന ഒരു ഒഫൻസ് ആണെങ്കിൽ അയാൾ ഇന്ത്യയിൽ എവിടെ വച്ചാണോ കാണുന്നത് അവിടെ വച്ച് അറസ്റ്റ് ചെയ്യാനും ശിക്ഷിക്കാനുള്ള അധികാരമുണ്ട്. ആ കാര്യങ്ങളാണ് സെക്ഷൻ 4 പറയുന്നത്. സെക്ഷൻ 21 പബ്ലിക് സർവൻസുമായി ബന്ധപ്പെട്ടതാണ്. 23 പറയുന്ന റോങ്ഫുൾ ഗെയിൻ അല്ലെങ്കിൽ റോങ്ഫുൾ ലോസ് ആണ്. ഇറ്റ് ഈസ് ദ ഗെയിൻ ഓർ ലോസ് ബൈ അൺലോഫുൾ മീൻസ് ഓഫ് പ്രോപ്പർട്ടി വിച്ച് ദ പേഴ്സൺ ഗെയിനിങ് ഓർ ലോസിങ് ഈസ് നോട്ട് ലീഗലി എൻറ്റൈറ്റിൽഡ്. അതായത് ഒരു ഗെയിനോ ലോസോ അൺലോഫുൾ ആയിട്ടുള്ള മീൻസിലൂടെ നേടുന്നു. അതാണ് റോങ്ഫുൾ ഗെയിൻ അല്ലെങ്കിൽ റോങ്ഫുൾ ലോസ്. അടുത്തത് സെക്ഷൻ 24 ആണ്, ഡിസ്ഹോണസ്റ്റ്ലി. ഇത് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു റോങ്ഫുൾ ഗെയിൻ അല്ലെങ്കിൽ റോങ്ഫുൾ ലോസ് ഉണ്ടാകണമെന്ന ഇൻറ്റൻഷനോട് കൂടി ചെയ്യുന്ന കാര്യങ്ങളാണ് ഡിസ്ഹോണസ്റ്റ്ലി എന്ന് പറയുന്നത്. അടുത്തത് സെക്ഷൻ 25 ഫ്രോഡിലൻ്റ്ലി. 29 ഡോക്യുമെൻറ്റ് എനി മാറ്റർ എക്സ്പ്രസ്ഡ് ഓർ ഡിസ്ക്രൈബ്ഡ് അപ്പോൺ എനി സബ്സ്റ്റൻസ് ബൈ മീൻസ് ഓഫ് ലെറ്റേഴ്സ് ഫിഗേഴ്സ് ഓർ മാർക്സ്. അപ്പോൾ ഈ ഏത് കാര്യത്തിലുള്ളതാണെങ്കിലും അതിനെ ഡോക്യുമെൻ്റ് എന്നാണ് പറയുന്നത്. ലെറ്റേഴ്സ് ആവാം, ഫിഗേഴ്സ് ആവാം, അല്ലെങ്കിൽ മാർക്കുകളാവാം. 29A ഇലക്ട്രിക് ഡോക്യുമെൻ്റ് ആണ്. ഇത് IT Act 2000 ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു അമെൻമെൻ്റ് ആണ്. 29A ഇലക്ട്രിക് ഡോക്യുമെൻറ്റുകളെ പറ്റിയാണ് പറയുന്നത്. 31A വില്ലാണ്. വിൽ എന്ന് പറയുന്നത് ഒരു ടെസ്റ്റാമെൻ്ററി ഡോക്യുമെൻ്റ് ആണ്. സെക്ഷൻ 41 സ്പെഷ്യൽ ലോ ആണ്, ആപ്ലിക്കബിൾ ടു പെർട്ടിക്കുലർ സബ്ജക്റ്റ്. ഒരു സ്പെഷ്യൽ അല്ലെങ്കിൽ പെർട്ടിക്കുലർ സബ്ജക്റ്റിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. 42 ലോക്കൽ ലോ ആപ്ലിക്കബിൾ ടു പെർട്ടിക്കുലർ പാർട്ട് ഓഫ് ഇന്ത്യ. ഒരു പെർട്ടിക്കുലർ ഇന്ത്യയിലെ പാർട്ടിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇനി 44 ഇഞ്ചുറി ആണ്. ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ എനി ഹാം ഇല്ലീഗലി കോസ്ഡ് ടു എനി പേഴ്സൺ ഇൻ ബോഡി, മൈൻഡ്, റെപ്യൂട്ടേഷൻ ഓർ പ്രോപ്പർട്ടി. അപ്പോൾ ബോഡിയിലോ മൈൻഡിലോ റെപ്യൂട്ടേഷനിലോ പ്രോപ്പർട്ടിയിലോ വരുന്ന ഹാം എല്ലാം എന്താണ്? ഇഞ്ചുറിയാണ്. 45 ലൈഫിനെ പറ്റിയും 46 ഡെത്തിനെ പറ്റിയുമാണ് പറയുന്നത്. ഇനി സെക്ഷൻ 53 മുതൽ 75 വരെയുള്ളത് പണിഷ്മെൻറ്റ്സിനെ പറ്റിയാണ് പറയുന്നത്. അതിൽ ഓരോ പണിഷ്മെൻ്റ് ഉണ്ട്. ഏറ്റവും വലിയ പണിഷ്മെൻ്റ് എന്താണ്? ഡെത്ത് പെനാലിറ്റി അല്ലെങ്കിൽ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് ആണ്. പിന്നെ ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ്, അതുപോലെ ഇംപ്രിസൺമെൻറ്റ് സിമ്പിൾ ഉണ്ട്, റിഗറസ് ഉണ്ട്. പിന്നെ ഫോർഫീച്ചർ ഓഫ് പ്രോപ്പർട്ടി. ഏറ്റവും ചെറുതാണ് ഫൈൻ. 73 പറയുന്നത് സോളിറ്ററി കൺഫൈൻമെൻറ്റ്, ഏകാന്ത തടവിനെ പറ്റി. അത് മാക്സിമം 3 മാസമാണ്. ഒറ്റ സമയത്ത് 14 ദിവസം, അങ്ങനെ 3 മാസം തികയ്ക്കണം. അതാണ് ഇതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ 6 മാസം ശിക്ഷയുള്ള ഒരാൾക്ക് 1 മാസമാണ് സോളിറ്ററി കൺഫൈൻമെൻറ്റ്. 1 വർഷം വരെയുള്ള ആളാണെങ്കിൽ 2 മാസം. ഇനി 1 വർഷത്തിന് മേലെയാണെങ്കിൽ 3 മാസമാണ് സോളിറ്ററി കൺഫൈൻമെൻറ്റ് കാലാവധി. അടുത്തത് 76 മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്. മിസ്റ്റേക്ക് വഴി ഉണ്ടാകുന്ന കാര്യങ്ങൾ. ആക്ട് ഡൺ ബൈ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ബിലീവിങ് ഹിംസെൽഫ് ബൗണ്ട് ബൈ ലോ. 77 ആക്ട് ഓഫ് ജഡ്ജ് വെൻ ആക്ടിങ് ജുഡീഷ്യലി.
80 ആക്സിഡൻറ്റ് ഇൻ ഡൂയിങ് എ ലോഫുൾ ആക്ട്, അതായത് ഒരു ലോഫുൾ ആക്ട് ചെയ്തപ്പോൾ ഉണ്ടാകുന്ന ഒരു ആക്സിഡൻറ്റ്. ഈ 82 ആക്ട് ഓഫ് എ ചൈൽഡ് അണ്ടർ 7 ഇയേഴ്സ് ഓഫ് ഏജ്, 7 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. 83 ആക്ട് ഓഫ് എ ചൈൽഡ് എബോവ് 7 ഇയേഴ്സ് ആൻഡ് അണ്ടർ 12 ഓഫ് ഇമ്മച്വർ അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ 7നും 12 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികൾ ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധ്യമുണ്ടോ, കറക്റ്റായിട്ടുള്ള അറിവുണ്ടോ എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും അവർ ചെയ്ത ആക്ടിനെ വിലയിരുത്തുന്നത്. 84 ആക്ട് ഓഫ് എ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ്, അൺസൗണ്ട് മൈൻഡ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ. 95 ആക്ട് കോസിങ് സ്ലൈറ്റ് ഹാംസ്, ചെറിയ ഹാംസ് ഉണ്ടാക്കുന്ന ആക്ടുകൾ. 96 to 106 പ്രൈവറ്റ് ഡിഫൻസ് ആണ്. അതിൽ 96 തിങ്സ് ഡൺ ഇൻ പ്രൈവറ്റ് ഡിഫൻസ്, പ്രൈവറ്റ് ഡിഫൻസിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. 97 റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് ഓഫ് ബോഡി ആൻഡ് പ്രോപ്പർട്ടി. നെക്സ്റ്റ് 98 റൈറ്റ് ടു പ്രൈവറ്റ് ഡിഫൻസ് എഗനസ്റ്റ് ആക്ട് ഓഫ് എ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ്. 99 ആക്ട് എഗനസ്റ്റ് വിച്ച് ദർ ഇസ് നോ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ്, പ്രൈവറ്റ് ഡിഫൻസ് ഇല്ലാത്ത കാര്യങ്ങൾ. ദെൻ 120A ഡെഫിനിഷൻ ഓഫ് ക്രിമിനൽ കോൺസ്പിറസി. 120B പണിഷ്മെൻറ്റ് ഓഫ് ക്രിമിനൽ കോൺസ്പിറസി. ക്രിമിനൽ കോൺസ്പിറസി എന്ന് പറഞ്ഞാൽ ഗൂഢാലോചനയാണ്, അതിന് 2 or more പേഴ്സൺസ് എന്തായാലും വേണം. സെക്ഷൻ 121 വാർ എഗനസ്റ്റ് ഇന്ത്യ. 122 കളക്ടിങ് ആംസ്. 124A sedition, which means whoever by words bring or attempt to bring into hatred or contempt or attempt to make disaffection towards government by law. ഇപ്പോൾ ഗവൺമെൻറ്റിനെതിരെ എന്തെങ്കിലും മോശമായിട്ട് ഗവൺമെൻറ്റിനെ ചിത്രീകരിക്കാനുള്ള രീതിയിൽ പറയുകയോ എന്തെങ്കിലും ചെയ്താൽ അതാണ് സെഡിഷൻ എന്ന് പറയുന്നത്. ദെൻ 141 അൺലോഫുൾ അസംബ്ലിയാണ്. ഈ അൺലോഫുൾ അസംബ്ലിക്ക് 5ൽ അധികം ആളുകൾ വേണം, 5ഓ അതിലധികമോ ആളുകൾ. 143 പണിഷ്മെൻറ്റ് ഫോർ അൺലോഫുൾ അസംബ്ലിയെ പറ്റിയാണ് പറയുന്നത്. ദെൻ 146 റയോട്ടിംഗ് ആൻഡ് 147 പണിഷ്മെൻറ്റ് ഓഫ് റയോട്ടിംഗ്. ദെൻ 153 പ്രൊവക്കേഷൻ ഓഫ് റയോട്ട് if be committed or not. Section 153A promoting enmity between two different groups. Next 159 affray. Affray എന്ന് പറയുന്നത് 2 or more persons fighting in public. പബ്ലിക്കിൽ ഫൈറ്റ് ചെയ്യുന്നു, 2ഓ അതിലധികമോ ആളുകൾ, അതാണ് അഫ്രേ. ആൻഡ് 160 അഫ്രേയുടെ പണിഷ്മെൻ്റ് ആണ്. 171 എ കാൻഡിഡേറ്റ് ഓർ ഇലക്ട്രൽ റൈറ്റ്, അതിനെപ്പറ്റിയാണ് സെക്ഷൻ 171 പറയുന്നത്. ആൻഡ് 171B ബ്രൈബറിയെ പറ്റിയാണ് പറയുന്നത്. ബ്രൈബറി എന്ന് പറയുന്നത് കൈക്കൂലി എന്നാണ് അർത്ഥം. ഈ 171E ആണ് പണിഷ്മെൻറ്റ് ഓഫ് ബ്രൈബറി. 177 ഫർണിഷിംഗ് false information. 191 giving false evidence. 192 fabricating false evidence. And 193 punishment for false evidence. 197 issuing or signing false certificate. 264 fraudulent use of false instrument for weighing. Then 268 public nuisance. 269 spread of infection or disease by negligent act, മനഃപൂർവ്വമല്ലാതെ രോഗം പരത്തുന്നു. ആൻഡ് 270 spread of infection by malignant act. ഓക്കെ. 271 disobedience to quarantine life, ക്വാറന്റൈൻ ലംഘിക്കുക. അത് 272 adulteration of food and water. ആൻഡ് 273 sale of noxious food. Then 274 adulteration of drug. 275 sale of noxious drug. Then 278 making atmosphere noxious to health, അതായത് അറ്റ്മോസ്ഫിയർ നോക്ഷ്യസ് ആക്കുന്നു. ദെൻ 279 റഷ് ഡ്രൈവിംഗ്, കെയർലെസ് ആയിട്ട് വാഹനം ഓടിക്കുന്നു. 299 കൾപ്പബിൾ ഹോമിസൈഡാണ്, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് മർഡർ. ആൻഡ് 300 is about murder. Section 302 punishment of murder. 304A causing death by negligence. 304B ഡൗറി ഡെത്ത് ആണ്, സ്ത്രീധനത്തിൻ്റെ പേരിലൊക്കെ ഉണ്ടാകുന്ന മരണം. 319 ഹേർട്ടാണ്. 320 ഗ്രീവിയസ് ഹേർട്ട്. ഗ്രീവിയസ് ഹേർട്ടിൽ പെർമനൻറ്റ് ഡിസ്ലൊക്കേഷൻ ഉണ്ടാകാം, അതുപോലെ 20 days ബോഡി പെയിൻ, അതുപോലെ ഹോസ്പിറ്റൽ അഡ്മിറ്റ്, ഇതൊക്കെയാണ് ഗ്രീവിയസ് ഹേർട്ടിൽ വരുന്നത്. 321 ആണ് വോളണ്ടറി കോസിങ് ഹേർട്ട്. 322 വോളണ്ടറി കോസിങ് ഗ്രീവിയസ് ഹേർട്ട്. 323 punishment for voluntary hurt. 324 hurt by dangerous weapons.
And 326 grievous hurt by dangerous weapons. Section 339 wrongful restrainment. 340 wrongful confinement. Wrongful confinement means wrongfully തടഞ്ഞു വെക്കുന്നു. 341 punishment for wrongful restrainment and 342 punishment for wrongful confinement. Then 349 force and 350 is about criminal force. Section 351 assault. Assault എന്താണെന്ന് ലോ ഓഫ് ടോർട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 353 ക്രിമിനൽ ഫോഴ്സ് ടു പബ്ലിക് സർവൻസ് ഫ്രം ഹിസ് ഡ്യൂട്ടി. പബ്ലിക് സർവൻസിൻ്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുന്നു. 354 ക്രിമിനൽ ഫോഴ്സ് ടു വിമൻസ് മോഡസ്റ്റി. സ്ത്രീയുടെ അഭിമാനത്തിന് ക്ഷതം സംഭവിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പെരുമാറുന്നത്. 359 കിഡ്നാപ്പിംഗ് ആൻഡ് 363 പണിഷ്മെൻറ്റ് ഫോർ കിഡ്നാപ്പിംഗ്. 375 റേപ്പ്. 376 പണിഷ്മെൻറ്റ് ഓഫ് റേപ്പ്. 376D ഗ്യാങ് റേപ്പ്. സെക്ഷൻ 378 തെഫ്റ്റ് മോഷണം. സെക്ഷൻ 379 പണിഷ്മെൻറ്റ് ഓഫ് തെഫ്റ്റ്. Then section 383 extortion. It's also like theft but ഇതിൽ criminal force ഉണ്ട്. Then 384 punishment of extortion. 390 robbery. 391 dacoity. It means gang commit robbery with violence. 403 dishonest misappropriation of property. അനധികൃതമായി ഒരു സാധനം കൈവശം വയ്ക്കുന്നു. 405 criminal breach of trust. Section 410 is about stolen property. Then 415 is about cheating. And 417 is a punishment for cheating. Section 425 mischiefനെ പറ്റിയാണ് പറയുന്നത്. It means injury to property. 426 mischiefൻ്റെ പണിഷ്മെൻ്റ് ആണ്. Then 441 criminal trespass. Trespass എന്ന് പറഞ്ഞാൽ അതിക്രമിച്ചു കയറുക എന്നാണ് അർത്ഥം. 442 house trespass ആണ്. Then 463 forgery. That means false document. Then 498A harassment to a woman by husband or relative. ഗാർഹിക പീഡനം. 499 defamation ആണ്, അതായത് മോശമായി ചിത്രീകരിക്കുന്നു. Then 500 punishment of defamation. Section 503 criminal intimidation. It means threatens another with any injury.